ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 7 ജ്ഞാനവിജ്ഞാന യോഗം. ശ്ലോകം 2. ജ്ഞാനം തേഹം സവിജ്ഞാനം മിദം വക്ഷ്യാമ്യശേഷതഃ യജ്ഞാത്വാ നേഹ ഭൂയോന്യ ജ്ഞാതവ്യമവശിഷ്യതേ. വിവർത്തനം. വൈഷയിക ജ്ഞാനത്തെയും അതീന്ദ്രിയ ജ്ഞാനത്തെയും ഞാൻ ഇനി പൂർണ്ണമായി വിശദീകരിച്ചു തരാം. അതറിഞ്ഞാൽ പിന്നെ നിനക്ക് വേറെ ഒന്നും അറിയേണ്ടതായിട്ടില്ല. ഭാവാർത്ഥം: ഭൗതിക പ്രപഞ്ചത്തെയും അതിനു പിന്നിലുള്ള ചേതനയെയും ഈ രണ്ടിൻ്റെയും ഉറവിടത്തെയും കുറിച്ചുള്ള അറിവാണ് സമഗ്രമായ ജ്ഞാനം. ഇതാണ് അതീന്ദ്രിയ ജ്ഞാനം. അർജുനൻ തൻ്റെ വിശ്വസ്ത ശിഷ്യനും സുഹൃത്തുമാകയാലാണ് അദ്ദേഹത്തിന് ഈ ജ്ഞാനം ഉപദേശിക്കാൻ ഭഗവാൻ തുനിയുന്നത്. 4-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പ്രസ്താവിക്കപ്പെട്ട ആശയത്തെ ഒന്നുകൂടി ഭഗവാൻ ഊന്നി പറയുകയാണിവിടെ. ഭഗവാനിൽ നിന്നുദ്ഭവിക്കുന്ന ശിഷ്യ പരമ്പരയിൽപ്പെട്ട ഒരു ഭക്തനു മാത്രമേ സമ്പൂർണ്ണ ജ്ഞാനം നേടാൻ കഴിയൂ. എല്ലാത്തരം അറിവിൻ്റെയും ഉറവിടവും സർവത്തിനും കാരണഭൂതനും വിവിധ യോഗാനുഷ്ഠാനങ്ങളുടെ ഏക ലക്ഷ്യവും എന്തെന്നറിയാൻ തക്ക ബുദ്ധിശക്തിയെങ്കിലും ഒരാൾക്കുണ്ടാകണം. സർവകാരണങ്ങൾക്കും കാരണമെന്തെന്ന് അറിഞ്ഞാൽ അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. പിന്നെ അറിയാൻ ഒന്നും ബാക്കിയില്ല. വേദങ്ങളിൽ മുണ്ടകോപനിഷത്ത് 1:3 പറയുന്നു: കസ്മിൻ ഭഗവോ വിജ്ഞാതേ സർവമിദം വിജ്ഞാതം ഭവതി. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.